സുപ്രഭാതം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 14 വെള്ളി. വർമ്മ കേസ് ഒരു ജഡ്ജിക്കപ്പുറത്തെ ചോദ്യം. ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ അലഹബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ലോക്സഭാ സ്പീക്കർ രൂപവത്കരിച്ച സമിതി. വർമ്മയ്ക്കെതിരായ 3 കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടതായാണ് 3 അംഗ ജഡ്ജിമാരുടെ അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടികളുടെ ഭാഗമായാണ് സമിതി രൂപവത്കരിച്ചത്. നേരത്തെ സുപ്രീം കോടതി നിയോഗിച്ച സമിതിയും സമാന കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. ഇതിനിടെ ജസ്റ്റിസ് വർമ്മ ഈ വർഷം ഏപ്രിലിൽ രാജി സമർപ്പിച്ചെങ്കിലും രാജി സ്വീകരിച്ചിട്ടില്ല. ഒരു ജഡ്ജിക്കെതിരായ ആരോപണങ്ങളുടെ പരിധി കടന്ന് രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിന്റെ ഉത്തരവാദിത്വ ബോധത്തെയാണ് ഈ കണ്ടെത്തലുകൾ ചോദ്യം ചെയ്യുന്നത്. 2025 മാർച്ച് 14 ഡൽഹിയിലെ തുഗ്ലക് ക്രസന്റിലുള്ള ജസ്റ്റിസ് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ തീപിടുത്തമുണ്ടായി. തീ അണയ്ക്കുന്നതിനിടെ അഗ്നിശമന സേനയും പോലീസും പാതി കത്തിയ 500 രൂപ നോട്ടുകളുടെ കെട്ടുകൾ കണ്ടു. ഇത്രയും ഗുരുതരമായ ഒരു സംഭവത്തിൽ സ്വാഭാവികമായി ഉയരേണ്ട ചോദ്യങ്ങൾ ലളിതമാണ്. പണം ആരുടേത്? എന്തിനു വന്നു? എവിടെ നിന്ന് വന്നു? പിന്നീടത് എവിടെ പോയി? 1 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ലഭിച്ചിട്ടില്ലെന്നാണ് ഏറ്റവും അസ്വസ്ഥമാക്കുന്ന വസ്തുത. കൃത്യമായ തുക പോലും നിർണ്ണയിക്കാനായില്ല. കണ്ടെത്തിയ പണം അന്ന് തന്നെ ശരിയായി എണ്ണുകയോ പിടിച്ചെടുക്കുകയോ പഞ്ചനാമ തയ്യാറാക്കുകയോ സാമ്പിൾ സൂക്ഷിക്കുകയോ ചെയ്തില്ല. മുറി സീൽ ചെയ്തില്ല. പിന്നീട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. കണ്ടെത്തിയ പണവും അപ്രത്യക്ഷമായി. ഇതെല്ലാം ഒരു നിയമവാഴ്ചയുള്ള രാജ്യത്തിന് അഭിമാനിക്കാവുന്ന അന്വേഷണ സംവിധാനത്തിന്റെ ചിത്രമല്ല. തെളിവ് സംരക്ഷിക്കേണ്ട സമയത്ത് തെളിവ് സംരക്ഷിക്കപ്പെടാതെ പോയി. അന്വേഷണ സമിതി ജസ്റ്റിസ് വർമ്മ പണം വ്യക്തിപരമായി നീക്കം ചെയ്തുവെന്ന് കണ്ടെത്തിയിട്ടില്ല. എന്നാൽ പണം സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചില്ലെന്ന് കണ്ടെത്തി. അതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു കണ്ടെത്തലുണ്ട്. സംഭവത്തെക്കുറിച്ചുള്ള ജസ്റ്റിസ് വർമ്മയുടെ വിശദീകരണങ്ങളിൽ കാലക്രമേണ മാറ്റമുണ്ടായി. തുടക്കത്തിൽ സംഭവത്തിലെ ഉത്തരവാദിത്തം പൂർണ്ണമായി നിഷേധിച്ചു. പിന്നാലെ തെളിവുകളുടെ അഭാവം, പഞ്ചനാമ ഇല്ലായ്മ, പണത്തിന്റെ അളവ് വ്യക്തമല്ലാത്തത് തുടങ്ങിയ നടപടിക്രമപരമായ വാദങ്ങളിലേക്ക് വിശദീകരണം മാറി. ഒരു സാധാരണ പൗരനിൽ നിന്ന് പോലും സത്യസന്ധമായ വിശദീകരണം പ്രതീക്ഷിക്കുന്ന നിയമവ്യവസ്ഥയിൽ ഭരണഘടനാ പദവി വഹിക്കുന്ന ജഡ്ജിയിൽ നിന്ന് അതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലുള്ള സുതാര്യത പ്രതീക്ഷിക്കുന്നുണ്ട്. രാജി ജസ്റ്റിസ് വർമ്മയെ ഭരണഘടനാപരമായ നടപടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയേക്കാം. പക്ഷേ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ജഡ്ജി രാജിവെക്കുന്നതോടെ അദ്ദേഹത്തിനെതിരായ ഗുരുതര ആരോപണങ്ങൾ ചരിത്രത്തിൽ നിന്ന് മായുന്നില്ല. നീതിന്യായ സംവിധാനത്തിനെതിരായ ആരോപണങ്ങൾ ഉയരുമ്പോൾ സ്ഥാപനത്തിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിന്റെ പേരിൽ സത്യം മറയ്ക്കാനുള്ള പ്രലോഭനം ഉണ്ടാകാം. എന്നാൽ സ്ഥാപനത്തിന്റെ പ്രതിച്ഛായ മോശമാക്കാനുള്ള മാർഗമാണ് വസ്തുതകളെ മൂടിവെക്കുന്നത്. സത്യം പുറത്തു കൊണ്ടുവരുന്നതിലൂടെയാണ് ഭരണഘടനാ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നത്. നീതി നടപ്പാക്കേണ്ട സ്ഥാപനത്തിനുള്ളിൽ തെളിവ് സംരക്ഷിക്കപ്പെടാതെ പോയെന്നതാണ് ഈ കേസിലെ ഏറ്റവും വലിയ വിരോധാഭാസം. സാധാരണ കുറ്റകൃത്യ സ്ഥലത്ത് പോലീസ് ചെയ്യേണ്ട അടിസ്ഥാന നടപടികൾ പോലും ഇവിടെ തുടക്കത്തിൽ ഉണ്ടായില്ല. പിന്നീട് അന്വേഷണ സമിതിക്ക് ലഭിച്ച തെളിവുകളുടെ പരിധിയിലാണ് സത്യം പുനർനിർമ്മിക്കേണ്ടി വന്നത്. അതിനാൽ അന്വേഷണ റിപ്പോർട്ട് വ്യക്തിക്കെതിരായ കുറ്റപത്രമായി മാത്രം വായിച്ചുകൂടാത്തതാണ്. ഇത് സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തക്കുറവിന്റെ റിപ്പോർട്ട് കൂടിയാണ്. ജസ്റ്റിസ് വർമ്മയെ ഇനി നീക്കം ചെയ്യാനാവില്ല. അദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞു. എന്നാൽ അതുകൊണ്ട് പാർലമെന്റിന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. ഇതിലെ വീഴ്ചകൾ എങ്ങനെ സംഭവിച്ചു? തെളിവുകൾ എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെട്ടില്ല? ഔദ്യോഗിക വസതിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചു? ഇത്തരം ആരോപണങ്ങൾ ഉയർന്നാൽ ഭാവിയിൽ എന്ത് നടപടിക്രമമാണ് സ്വീകരിക്കേണ്ടത് തുടങ്ങിയതൊക്കെയും വ്യക്തമാക്കേണ്ട ബാധ്യത പാർലമെന്റിനുണ്ട്. ജഡ്ജിമാർക്ക് നീതിന്യായ സ്വാതന്ത്ര്യത്തോടൊപ്പം ഏറ്റവും ഉയർന്ന ഉത്തരവാദിത്വവും വേണം. ജഡ്ജിമാരെ രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് സംരക്ഷിക്കണം. അതേസമയം അവരുടെ പെരുമാറ്റം സംശയാതീതമായിരിക്കണം. സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സുതാര്യത ഒഴിവാക്കാനാവില്ല. ജനാധിപത്യത്തിൽ നിയമനിർമ്മാണ സഭയെയും നീതിന്യായ വ്യവസ്ഥയെയും ജനങ്ങളാണ് അന്തിമമായി വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൽ ചെറിയൊരു വിള്ളൽ പോലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഇനി വേണ്ടത് വ്യക്തിയെ മാത്രം കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ കോലാഹലമല്ല, നീതിന്യായ സംവിധാനത്തിൽ ഉത്തരവാദിത്തത്തിന്റെ പുതിയ മാനദണ്ഡങ്ങളാണ്. ജഡ്ജിമാർക്കുള്ള ആഭ്യന്തര അന്വേഷണ സംവിധാനം കൂടുതൽ സുതാര്യവും സമയബന്ധിതവും വിശ്വാസ്യതയുള്ളതുമാക്കണം. ഗുരുതര ആരോപണങ്ങളിൽ തെളിവുകൾ ഉടൻ സംരക്ഷിക്കുന്നതിനുള്ള നിർബന്ധിത പ്രോട്ടോകോൾ വേണം. ഔദ്യോഗിക വസ്തുതകളിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളിൽ സ്വതന്ത്ര അന്വേഷണ സംവിധാനവും വേണം. വർമ്മ കേസ് ഒടുവിൽ ഒരു ജഡ്ജിയുടെ വീഴ്ചയുടെ കഥയായി മാത്രം അവസാനിക്കരുത്. നീതിന്യായ സ്ഥാപനങ്ങൾക്ക് സ്വയം ശുദ്ധീകരിക്കാനുള്ള കഴിവ് തെളിയിക്കേണ്ട നിർണായക പരീക്ഷണമായി അത് മാറണം. നിയമം കാക്കേണ്ടവർ തന്നെ നിയമത്തിന്റെയും പൊതുജന വിശ്വാസത്തിന്റെയും മുന്നിൽ കൂടുതൽ കർശനമായ പരിശോധനയ്ക്ക് വിധേയരാകണം. ജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം തകരാൻ അനുവദിക്കരുത്. Waytonikah.com, the exclusive Muslim matrimonial site.